Welcome to TMA Food Channel. My name is Tisvi. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു കിടില പോർക്ക് ഫ്രൈ ആണ്. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതിൻ്റെ അടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടി അമർത്തുക. എങ്കിലേ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് മെസ്സേജ് വഴി കിട്ടത്തുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഈ പോർക്ക് ഫ്രൈ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത് 1 കപ്പ് ഉള്ളി, ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് കോക്കനട്ട് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 4 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 4 5 വെളുത്തുള്ളി ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 മീഡിയം സൈസ് സവോളയാണ് ഞാനിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത്രയുമാണ് ആദ്യം എടുത്തു വെച്ചിരിക്കുന്നത്. ഇവിടെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന മസാലകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1 ടീസ്പൂൺ ഗരം മസാല ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ മല്ലി പൗഡർ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അളവ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കൂട്ടാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൗഡർ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാവുന്നതാണ്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്യാം. ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന 1 കിലോ പോർക്കാണ്. എടുത്തു വെച്ചിരിക്കുന്ന ചില്ലി പൗഡറിൻ്റെ പകുതി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. മല്ലി പൗഡറിൻ്റെ പകുതി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഗരം മസാലയുടെ പകുതി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളക് പൗഡറിൻ്റെ പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയും പകുതി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള കൂട്ടും കുറച്ച് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഞാൻ കുക്കറിലേക്ക് ഇട്ടിട്ട് കുറച്ച് കറി ലീവ്സും കൂടെ ആഡ് ചെയ്തിട്ട് ഇത് ഞാൻ 2 വിസിലടുപ്പിച്ച് പകുതി വേവിക്കാൻ പോവാണ്. ഒരു ചൂടുള്ള പാൻ വയ്ക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ചൂടായ എണ്ണയിലേക്ക് ഞാൻ ചതച്ച് വെച്ചിരിക്കുന്ന 3-4 വെളുത്തുള്ളി ഞാൻ ഇട്ട് കൊടുക്കുന്നു. ഈ വെളുത്തുള്ളി ഒരു ചെറിയ ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്കിതൊന്ന് കോരി മാറ്റി വയ്ക്കാം.
ചൂടായ എണ്ണയിലേക്ക് നമുക്ക് അതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലവണ്ണം പൊട്ടി കഴിയുമ്പോൾ നമുക്ക് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ജിഞ്ചറും കൂടെ ആഡ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോക്കനട്ട് ഇതിലേക്ക് ഇട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നോടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ആഡ് ചെയ്യാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോളയും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ഈ സമയം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നതിൻ്റെ ബാലൻസ് ഉള്ള മസാലകൾ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ കുക്കറി വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പോർക്ക് ആഡ് ചെയ്ത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. വെള്ളം ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വെള്ളം പറ്റിച്ചെടുക്കാം. നമ്മുടെ വെള്ളമൊക്കെ പറ്റി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വറ്റിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പോർക്ക് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന വെളുത്തുള്ളി കുറച്ച് കറി ലീവ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം.
ഇതെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.